Good afternoon, sir. Aji, good afternoon. അജിയും ലാഹനും സമീരയും മാത്രമുള്ള വരുന്ന സമയമാകതേ ഉള്ളൂ. യെസ്, എന്തിനധികം നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ 30 പേർക്ക് രൂപയില്ലേ? Good afternoon, sir. Yes, Ankita, good afternoon. Good afternoon, sir. Okay, Sujita, good afternoon. ആരംഭിച്ചാലോ? Let us start. Abhirami. GKM, let us start. Yes, sir. Okay. Prayer chant. Yes. കരുണാതൻ കാവലേ കൈതൊഴാം, സ്നേഹക്കരളേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിലേ കൈതൊഴാം, മരുതൻ വെളിച്ചമേ കൈതൊഴാം, ഒരു ചേറു കൈത്തേന്തി ഞാൻ അരികിലായ അർച്ചനക്കെത്തവേ, അഖില പ്രകാണ്ഡ പ്രകാശമേ
മാപ്പു നീ നൽകണേ ഈശ്വര. ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി യെസ്, നേരെ ആരംഭിച്ചോട്ടെ. ലെറ്റ് us start. Shall I start? ഓക്കെ. യെസ്, അപ്പൊ നമ്മള് അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 3 ആണ്, വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. ആ യൂണിറ്റ് 3ലോട്ട് കിടക്കുന്നത് വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. യെസ്, ഓക്കെ. ഏതൊരു സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു വെർബ് ഉണ്ടാവും. ഒന്നല്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ സെന്റൻസുകളിലും വെർബ് ഒരു മസ്റ്റാണ്, എങ്കിലൊരു സെന്റൻസ് ആണ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an action, ഒരു പ്രവൃത്തി. കുടിക്കുക, ചാടുക, വരിക, ഉറങ്ങുക, എണീക്കുക, അങ്ങനെ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി. അതാണ് ഈ വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്, ആ വെർബിന് നമുക്ക് എപ്പോഴും ഒരു 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ്, അടുത്ത പാസ്റ്റ്, അടുത്ത ഫ്യൂച്ചർ. ഇപ്പൊ ചാടുക എന്നാണെങ്കിൽ ചാടി, ചാടും. ഓടുക എന്നാണെങ്കിൽ ഓടി, ഓടും. നടക്കുക എന്നാണെങ്കിൽ നടന്നു, നടക്കും, ആണ്. നേരെ മറിച്ച് ചക്ക എന്നുള്ളതിന് 3 കാലങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റും? അത് പറ്റില്ല. കാരണം ചക്ക എന്നുള്ളത് എന്താണ്? അതൊരു നൗണാണ്. നൗൺ എന്ന് പറഞ്ഞ പേരാണ്, നെയിം ഓഫ് എനിത്തിങ്. നേരെ മറിച്ച് ഓടുക എന്ന് പറയുമ്പോൾ അതൊരു വെർബാണ്. വെർബിന് മാത്രമേ 3 ടെൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോ അത് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഒരു സെന്റൻസ് നമ്മൾ എഴുതിയിട്ട് ആ സെന്റൻസിലെ വെർബ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. വെർബ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഞാനൊരു വാചകം പറയാം, നിങ്ങളൊന്ന് എഴുതുക. എഴുതിക്കോ, എഴുതിക്കോ. രാമൻ ഈസ് a good boy. Raman is a good boy. Raman is a good boy. Okay? എഴുതിയില്ലേ? ഓക്കെ, അവിടെ വരട്ടെ. നമുക്ക് ഇതിന്റെ ഒന്ന് അലകും പിടിയൊക്കെ ഒന്ന് തിരിച്ച് എന്തൊക്കെയാണ് നോക്കാം. രാമൻ അതൊരു പേരാണ്, അപ്പൊ അതിന് അവിടെ എന്ന് പറയാം. ബോയ് അതും ഒരു പേരാണ്, കുട്ടി അല്ലെ, അതും ഒരു പേരാണ്. അതിനെ നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലാഹരി, ഇതിന്റെ അകത്ത് ഞാൻ ചോദിക്കുന്നത് വെർബ് ഏതാണ്? ഇതിന്റെ ഈ വാചകത്തിലെ വെർബ് ഏതാണെന്ന് ലാഹരിനെ പറയാം. ഈസ് ആണോ ഉദ്ദേശിച്ചത്? കറക്റ്റ് ആണ്. ലാഹം പറഞ്ഞത് തെറ്റില്ല. യെസ്, ഈസ്. വിസ്മയ പറഞ്ഞാലും തെറ്റില്ല. ഈസ് എന്ന് പറഞ്ഞതാണ് അതിൻ്റെ അത് വെർബ്. അപ്പൊ ഈസ് എന്നുള്ള വെർബ് നമുക്ക് പരിചയമുണ്ട്. ആം എന്നുള്ള വെർബിനെ നമുക്ക് പരിചയമുണ്ട്. ആർ എന്നുള്ള വെർബിനെ നമുക്ക് പരിചയമുണ്ട്. അതുപോലെ വാസ് ഉണ്ട്, വേറുണ്ട്, ഡു ഉണ്ട്, ഡസ് ഉണ്ട്, ഡിഡ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വെർബുകൾ നമുക്ക് പരിചയമുണ്ട്. ഈസാമാറ്, വാസ്, വേറ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഈ വെർബുകളെയൊക്കെ പറയുന്ന പേരാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. ഇത് പറയുന്നു ഹെൽപ്പിംഗ് വെർബ്. അപ്പൊ എന്താണ് വെർബ് നമ്മൾ പറഞ്ഞു? ആ വെർബിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. ആ 2ആയിട്ട് തിരിച്ചതിൽ ഒന്നിനെ പറയുന്ന പേരാണ് ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ്, സഹായ ക്രിയകൾ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? ഈ സാമാറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഹി, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇത് വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഹെൽപ്പിംഗ് വെർബ്
ഉണ്ട്. ഷാല്, ഷുഡ്, വില്ല്, വുഡ്, മൈറ്റ് അതൊക്കെ ഹെൽപ്പിംഗ് വെർബിൽ പെട്ടാണ്. മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്നാണ് എടുത്ത് പറയണത്. നമുക്ക് തൽക്കാലം എല്ലാം ഹെൽപ്പിംഗ് വെർബായിട്ട് നമുക്ക് വിചാരിക്കാം. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ വെർബുകളെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. അതിൽ ഈ സാമാർ പോലെ ഉള്ളതിന് നമ്മൾ എന്ത് പറയുന്നു? ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, രണ്ടാമത്തെ ഒരു മോഡൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വാചകം എഴുതിക്കോ. രാമൻ works, WORKS, works in a bank. Raman works in a bank. Okay. AJK. Yes, sir. ഇതിന്റെ അകത്തുള്ള വെർബ് ഏതാണ്? Works. ഇതിന്റെ അകത്തുള്ള വെർബ് ഏതാണ്? ഞാൻ പറഞ്ഞു വെർബ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഓർത്തിരിക്കുക, സംശയം വന്നാല് 3 കാലങ്ങൾ അതിന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. വർക്ക്സ് എന്ന് പറയും, വർക്ക് ചെയ്യാൻ. ഞാൻ അത് ഉറപ്പിച്ചു, എനിക്കത് അറിയുള്ളൂ. അത് കൊള്ളാം, എനിക്കത് അറിയാവുള്ളൂ, ഞാനതാണ് ഉറപ്പിച്ചു. അപ്പൊ ലാഹം നോക്കി കഴിഞ്ഞപ്പോ അജി നോക്കി കഴിഞ്ഞപ്പോ രാമനാണ്. രാമൻ എന്ന് പറയുന്ന പേരാണ്. അപ്പുറത്ത് പിന്നെ കിടക്കുന്ന ഒരു ബാങ്കാണ്. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പേരാണ് കേട്ടോ. രാമൻ വർക്ക്സ്, ജോലി ചെയ്യുന്നു. എവിടെ ജോലി ചെയ്യുന്നു? ഇല്ലേ, ബാങ്ക്. ആ ജോലി ചെയ്യുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം ജോലി ചെയ്തു, ജോലി ചെയ്യും. അല്ല, 2 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വർക്ക്സ് ആണ് അവിടെ എന്ത് വെർബ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ട ഈ സാമാർ പോലെയല്ല, അല്ലല്ലേ? വ്യത്യാസമില്ലേ? അപ്പൊ നമുക്ക് പറയാം ഇതിനെ ഇങ്ങനെയുള്ള വെർബുകളെ മെയിൻ വെർബ് എന്ന് പറയാം. മെയിൻ വെർബ്. അപ്പൊ നമുക്കൊന്ന് പറയാം. വെർബ് ഒരു സെന്റൻസിൽ അവിഭാജ്യ ഘടകമാണ്. ആ വെർബിനെ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 2, രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചു. ഫസ്റ്റ് വൺ ഈസ് ഹെൽപ്പിംഗ് വെർബ്, സെക്കൻഡ് വൺ ഈസ് മെയിൻ വെർബ്. ആ ഹെൽപ്പിംഗ് വെർബിന്റെ കീഴിൽ വരുന്നതാണ് ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഈ പറഞ്ഞ സംഗതി. അതിനോടൊപ്പം തന്നെ ഡു, ഡസ്, ഡിഡ്. ഇനി ഇതല്ലാതെയുള്ള പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളുമായിട്ട് നമ്മൾ പറയുന്ന വർക്ക് എന്നുള്ളതിന്റെ പ്രസന്റ് ടെൻസ് പറയാം, പാസ്റ്റ് ടെൻസ് പറയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയാം. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്ന വെർബുകളെ നമ്മൾ പറയുന്ന പേരാണ് മെയിൻ വെർബ് എന്ന് പറയും. മെയിൻ വെർബ്. ഓക്കെ, സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. വെരി സിമ്പിൾ മീൻസ് വെരി സിമ്പിൾ. യെസ്. അപ്പൊ മെയിൻ വെർബ് അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശദമായിട്ട് നോക്കാം. തൽക്കാലം നമുക്ക് ആ ഹെൽപ്പിംഗ് വെർബിനെ നമുക്ക് ഇങ്ങ് എടുക്കാം. ഹെൽപ്പിംഗ് വെർബ്. അപ്പൊ ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബിൽ വരുന്നത്? എഴുതിക്കോട്ടെ എന്ന് കുറിച്ച് വെച്ചോ. ഹെൽപ്പിംഗ് വെർബ് അതിന്റെ ഒരു ആരോ മാർക്ക് ഇടും. ഹെൽപ്പിംഗ് വെർബ് എഴുതിയിട്ട് ചെറിയൊരു ആരോ മാർക്ക് ഇടും. എന്നിട്ട് എഴുതിക്കോ ഈസ്, ആം, ആറ്. ഈസ്, ആം, ആറ്. കോമറ്റ് എഴുതി. ഈസ്, ആം, ആറ്. വാസ്, വേറ്. വാസ്, വേറ്. ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഹെൽപ്പിംഗ് വെർബുകൾ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ഹെൽപ്പിംഗ് വെർബുള്ള ഒരു വാചകത്തെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, എന്താണ് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു വാചകം ഞാനിവിടെ പറയാം. എനിക്കും I am learning, LEARNING. I am learning English. I am
ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ബ്രാക്കറ്റിൽ ചോദ്യം എഴുതിക്കോ. ചേഞ്ച് ഇൻ ടു CHANGE, change into negative. Change into negative. Yes, okay. ഇങ്ങോട്ട് നോക്കട്ടെ. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാകുന്നു. ഈ വാചകത്തിന്റെ നെഗറ്റീവ് വാചകം എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാകുന്നില്ല എന്നല്ല. സിമ്പിളാണ് ചേർക്കാനായിട്ട്. സമീറ, യെസ്. എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ആമിന്റെ ശേഷം നോട്ട് ചേർക്കുക. ആമിന് ശേഷം എന്ത് ചേർക്കണം? നോട്ട്. നോട്ട് വേണോ നോ വേണോ? നോട്ട്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്താ ഉറപ്പില്ലല്ലേ? യെസ്, ഉറപ്പ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്, ശരിയാണ് കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിനെ നെഗറ്റീവ് ആക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് ഓക്കെ സുജിത, തന്നിരിക്കുന്ന വാചകത്തിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഈ സാമാർ വാസുവേർ ഹാസ് ഹാവ് ഹാഡ് വില്ല് ഷാരി മിമേ അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചേർത്താൽ മതി? ഒരു നോട്ട് ചേർത്താൽ മതി. ആ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? അത് നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു. യെസ്, അപ്പൊ നമുക്കിവിടെ പറയാം ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് നെഗറ്റീവിലോട്ട് വന്നു കഴിയുമ്പോൾ ഐ ആം നോട്ട് ലേണിംഗ്. ഐ ആം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാകുന്നില്ല. അതുപോലെ നമുക്ക് അടുത്ത വേറൊരു വാചകം ഞാൻ പറയുന്നത്, എഴുതണ്ട, കേട്ടാ മതി. തസ്നീമ, തസ്നീം. ഓക്കെ ഓക്കെ, വാചകം ഇതാണ്. ഐ വാസ് ഗോയിങ് ടു അമേരിക്ക. അതിന് നെഗറ്റീവ് എങ്ങനെ വരും? ഐ വാസ് ഗോയിങ് ടു അമേരിക്ക. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ തസ്ലീമ? ഇല്ല. ഐ വാസ് ഗോയിങ് ടു അമേരിക്ക. ഐ വാസ് ഗോയിങ് ടു അമേരിക്ക. ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് വാസ്. വാസ്. വാസ് കഴിഞ്ഞ നോട്ടങ്ങൾ ചേർത്ത പ്രശ്നം തീർന്നില്ലേ? പറഞ്ഞു വേറെ വഴിക്കൊന്നും പോകണ്ട. ഐ വാസ് നോട്ട് ഗോയിങ് ടു അമേരിക്ക. ഐ വാസ് നോട്ട് ഗോയിങ് ടു അമേരിക്ക. യെസ്. അടുത്തത് അമീഷ. അമീഷ സുൽത്താനോ? യെസ്. അടുത്ത വാചകം ഇതാണ്. ഐ വിൽ drink tea. I will not drink tea. Very good. I will not drink tea. Will കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ചെയ്യുന്നു. അപ്പൊ അതെന്തായിട്ട് മാറുന്നു? ഒരു നെഗറ്റീവ് വാചകമായിട്ട് അത് മാറുന്നു. അപ്പൊ ഇത് എളുപ്പമാണത്. തന്നിരിക്കുന്ന വാചകത്തിൽ ഈ സാമാർ വാസു എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് വാചകം എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. ഇനി ഈ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ് അത് ആദ്യം വന്നു കഴിഞ്ഞാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഇപ്പൊ വേണമെങ്കിൽ അമീഷയ്ക്ക് പറയാം ഐ ആം ഡ്രിങ്കിങ് ടീ. ഞാൻ ചായ കുടിക്കുകയാകുന്നു. അല്ലെ? ഐ ആം ഡ്രിങ്കിങ് ടീ. അതിന് ആ ആം എന്ന് പറഞ്ഞ സഹായിക ഹെൽപ്പിംഗ് വെർബ് എടുത്തിട്ട് ആദ്യം പറയുന്നതായിരുന്നു. അപ്പൊ എന്തായി? ആം ഐ ഡ്രിങ്കിങ് ടീ? ഞാൻ ചായ കുടിക്കുകയാണോ? അപ്പൊ അതിന് രണ്ട് ആൻസർ വരും, യെസ് അല്ലെങ്കിൽ നോ. രണ്ടും വേണമെങ്കിൽ പറയും. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറൊരാള് നമുക്ക് ഇവിടെ ചോദിക്കാം, അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അയാളോട് ചോദിക്കാം, യു ആർ ഡ്രിങ്കിങ് ടീ എന്നല്ല, ആർ യു ഡ്രിങ്കിങ് ടീ? നിങ്ങൾ ചായ കുടിക്കുകയാവുന്നോ? അപ്പൊ അദ്ദേഹം എന്ത് പറയും? യെസ് ഐ ആം ഡ്രിങ്കിങ് ടീ. അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് ഡ്രിങ്കിങ് ടീ. യെസ് എന്നോ നോ എന്നോ ഉള്ള ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹെൽപ്പിംഗ് വെർബ് ആദ്യം പറഞ്ഞാണ്.
യെസ് എന്നും നോ എന്നുള്ള ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അൻകിത Yes, sir. അവിടെ നോക്കട്ടെ, ഒരു മിനിറ്റ്. സുജിത, ചിഞ്ചു, സുജിത, യെസ്. ആര്യ രാകേഷ്, അഭിരാമി കേട്ടി. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. ആര്യ വല്ല മൈക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? Yes. ഞാനേ ഇവിടെ ഒരു LKG സ്കൂളിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടെ ഒരു സൈഡിൽ okay. ക്ലാസ് കാണണം. ശരി. ഓക്കെ 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 ഓക്കെ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ പിന്നെ മതി. ഓക്കെ ആര്യ. യെസ്. ഓക്കെ. നെറ്റ് ഇഷ്യൂ ആണ് ആര്യ. നിസാം റഷീദ്. ഇനിയിപ്പോ ഈ ആകെ പ്രതീക്ഷയുള്ള കൃഷ്ണപ്രിയയിൽ മാത്രമേ. കൃഷ്ണപ്രിയ KV. Yes, sir. യെസ്. കൃഷ്ണപ്രിയ വിഷയത്തിൽ വരുമെന്ന് അറിയാം. ഓക്കെ. അപ്പൊ കൃഷ്ണപ്രിയയോട് അൻകിത 1-2 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിലറി വെർബിലെ ഹെൽപ്പിംഗ് വെർബ് അത് ആദ്യം വരുന്ന 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ആർ യു യൂസിങ് സാംസങ് മൊബൈൽ ഫോൺ? ഉണ്ടോ? നിങ്ങൾ സാംസങ് മൊബൈൽ ഫോൺ ആണോ ഉപയോഗിക്കുന്നത്? യു ആർ യൂസിങ് സാംസങ് മൊബൈൽ ഫോൺ എന്നുള്ളതിന്റെ ആ ആറ് നമ്മൾ ആദ്യം ഇട്ടിട്ട് ആർ യു യൂസിങ് സാംസങ് മൊബൈൽ ഫോൺ? ഇപ്പൊ കൃഷ്ണപ്രിയ പറയുന്നോ ഐ ആം നോട്ട് യൂസിങ് സാംസങ്, അല്ലെങ്കിൽ യെസ് ഐ ആം യൂസിങ് സാംസങ്. അതുപോലെ ഞാൻ വെർബ് ഓക്സിലറി വെർബ് ആദ്യം വരുന്ന ചോദ്യം ചോദിച്ചില്ലേ, അതുപോലെ അൻകിത ഞാൻ സാംസങ് ചോദിച്ചു, അൻകിതക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചു. Is it true, Krishna? Are you going to mall? Are you going? No, Ankita, I am not going to mall. Yes. Then, ചോദിച്ചു. are you dancing, Krishna? Yes, I am dancing. Yes, I am dancing. Are you Waiting for me? Are you waiting for me? Yes, I am waiting for your question. Yes, I am waiting for you. Okay, clear. I am waiting for your question. Yes. Appa Krishnapriya is ready to answer. Ankita is ready to ask the question. Okay, Ankita, pretty good. Appa Krishnapriyakku ini oru avasaram തന്നില്ല എന്ന് പറയണ്ട. കൃഷ്ണപ്രിയക്ക് ചോദിക്കാം. അപ്പോ കൃഷ്ണപ്രിയ ആരോട് ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്മയനോട് ചോദിക്കും. വിസ്മയ വീട്ടി, വിസ്മയ. ഓക്കെ. കൃഷ്ണപ്രിയ വിസ്മയനോട് ഒരു ഓക്സിലറി വെർബ് വരുന്ന ചോദ്യം ചോദിച്ചു. അപ്പൊ അതെ ആർ യു തന്നെ വേണമെന്ന് ചെല്ലട്ട, നിങ്ങളുടെ മകൾ അങ്ങനെ ചോദിക്കാം. ഈസ് യുവർ ഡോട്ടർ സ്റ്റഡിയിങ് ഫോർ മെഡിസിൻ? നിങ്ങളുടെ മകള് മെഡിസിൻ പഠിക്കുകയാകുന്നു? അല്ല, അത് ചോദിക്കാം. ഈസ് യുവർ ഹസ്ബൻഡ് ഈസ് ഹാൻസം? അങ്ങനെ വെറൈറ്റി പിടിച്ചോ. എല്ലാം അറിയൊന്നും വേണ്ട. അവരുടെ വീടുമായി ബന്ധപ്പെട്ട് വരാവുന്ന കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആർ യു കോറലിംഗ് വിത്ത് യുവർ മദറിലോ? ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ പ്രശ്നം. ഓക്കെ, എന്തുടങ്ങി ചോദിച്ചു. ആലോചിക്കട്ടെ സർ. ആലോചിച്ചു. ഇപ്പോഴായിരിക്കും അൻകിത വിചാരിച്ചത് ഒയ്യോ അങ്ങനെ പിടിക്കായിരുന്നു അല്ലേ? ഇത് ആദ്യം ഞാൻ അങ്ങനെ ചോദിച്ചത്. Is it true, Krishna? Are you going to mall? Yes. Okay. അപ്പൊ ഭർത്താവ് എങ്ങനെയാണെന്നോ മക്കൾ എങ്ങനെയാണെന്നോ അങ്ങനെ. She is studying, sir, so she is not mad. No problem. റെഡിയാക്കി എടുക്കാവുന്നു. യെസ്. അപ്പൊ കൃഷ്ണപ്രിയ ചോദ്യങ്ങളുടെ പണിപ്പുരയിലാണ്. വിസ്മയ. Yes, Be ready to answer. How are you, Vismaya? I am fine, sir. Oh yes. What is the weather like? ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്?
Good, sir. Very good, very good. Okay, okay. Sunny day or rainy day? Sunny day. Sunny day. Okay, 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 okay. Very good. So, Supriya, സമയം തരുന്നുണ്ട്. Vismaya, there are 12 months, January to December. Which is your favorite month? My favorite month is December. December. Was it is a month of snow? Yes. And Yes. also it is my birth Birthday? month. Eh? Birth month. Yes. Oh, okay, okay, okay. Okay, Arya, can he drive the car? Okay, 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 okay. See, I told you. Yes. Yes, I can. Chikita, sir. ചോദിച്ചോളൂ കൃഷ്ണപ്രിയ. Vismaya, is there rain today? ഒരു കേട്ടില്ല. കൃഷ്ണപ്രിയ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക. ഹായ് വിഷ്ണു, ഹൗ ആർ യു? ഡയറക്റ്റ് പോലെ ഒരു ബിൽഡപ്പ് കൊടുക്കുക. യെസ്. Hi, Vismaya, can I ask you, Yes. is there rain today? No. No rain today. ഇനി ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ? ഈസ് ദ റെയിൻ ടുഡേ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓക്കെ, ഓക്കെ. നോ റെയിൻ ടുഡേ എന്ന് മറുപടി പറഞ്ഞു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ കൃഷ്ണപ്രിയ. Yes, sir, കിട്ടുന്നില്ല. കിട്ടുന്നില്ല. യെസ്, യെസ്, യെസ്. എന്തെങ്കിലും ചോദിച്ചു, എന്തെങ്കിലും ചോദിച്ചോ. യെസ്. വിസ്മയക്ക് ചോദിക്കണോ കൃഷ്ണപ്രിയനോട്? Yes, sir. അന്ന് ചോദിച്ചു. അല്ലേ, ചോദ്യങ്ങളുടെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. യെസ്, ചോദിച്ചോളൂ. ഒരു മിനിറ്റ്. Are you like to eating biryani? Yes, I like. Okay, idea? Yes. Yes, I had. Have you had your breakfast? That's correct. Yes. The past intense. Okay, Vismaya, പറയൂ. യെസ്. ഓക്കെ. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ആലോചിച്ചു. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വരാൻ ആലോചിക്കാൻ സമയം കൊടുക്കാം. ഡു യു ഹാവ് ലൈസൻസ്? യെസ്, ഐ ഹാവ്. നോ, ഐ ഡോണ്ട് ഹാവ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് പറഞ്ഞു. ആലോചിച്ചോട്ടെ വിസ്മയ. ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് പറഞ്ഞു. ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ സാമ്പാർ. ഓക്കെ ആര്യ, ഈ സാമ്പാറിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഏസോനോ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹെൽപ്പിംഗ് വെർബിന്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ഏസോനോ ചോദ്യമായിട്ട് മാറുന്നു പറഞ്ഞു. യെസ്. ഓക്കെ, സുജിത കറക്റ്റ് ആണ്. യെസ്. അപ്പൊ സുജിത അടുത്തൊരു വാചകം ഞാൻ പറയാം, എഴുതിക്കോ. She went, W-E-N-T. She went to Delhi. She went to Delhi. ബ്രാക്കറ്റില് ചേഞ്ച് ഇൻറ്റു നെഗറ്റീവ്. She went to Delhi. ബ്രാക്കറ്റിലെ ചേഞ്ച് ഇൻറ്റു നെഗറ്റീവ്. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് മാറ്റി പിടിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞ വാചകങ്ങളില് ഹെൽപ്പിംഗ് വെർബായി ഈസ്, ആം, ആറ്, വാസുടെ ഇറക്കിയിരുന്നു. അപ്പൊ അതിന് നെഗറ്റീവ് ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം എന്താണ്? ഒരു നോട്ട് അങ്ങോട്ട് ചേർത്താൽ മതി. അപ്പൊ ഞാനിവിടെ ആരോടാണ്? നമ്മുടെ സുജിത. ഓക്കെ, പറയൂ. ഞാൻ നേരത്തെ സുജിനെ വിളിച്ചായിരുന്നു. സുജിത, നെഗറ്റീവ് വാചകം പറയാമോ? Did she go to Delhi? അല്ല, നെഗറ്റീവ് വാചകം പറഞ്ഞു കഴിയുമ്പോ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിപ്പോയി. നെഗറ്റീവ്. അതായത് ഷീ വെന്റ് ടു ഡൽഹി, അവൾ
ഡൽഹിയിൽ പോയി. നെഗറ്റീവ് വരുമ്പോൾ അവർ ഡൽഹിയിൽ പോയിട്ടില്ല എന്ന് വരും. എന്നാലേ നെഗറ്റീവ് ആവുള്ളൂ. മറ്റത് ചോദ്യമാണ്. He didn't go to Delhi. He didn't go to Delhi. ഓക്കെ, സംഗതി കറക്റ്റ് ആണ്. അപ്പൊ ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു. നോക്കി, ഞാൻ വിശദീകരിക്കുന്നു. ഹി വെന്റ് ടു ഡൽഹി. അതിന്റെ അകത്ത് ഈസോ ആമോ ആറോ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് ചേർത്താൽ മതിയായിരുന്നു. അങ്ങനെ അതിന്റെ അകത്ത് ഒരു ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അങ്ങനെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് ഏതാണ്? വെന്റ്, പോയി. ഓക്കെ, ഐഡിയ? വെന്റ് എന്നുള്ളത് മെയിൻ വെർബ്. ആ മെയിൻ വെർബ് ഏതാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, ആ മെയിൻ വെർബിന്റെ ടെൻസും ഏതാണെന്ന് നോക്കണം. പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്കറിയാം, ഗോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് വെന്റ് എന്നല്ലേ? അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തെ നെഗറ്റീവ് ആക്കാൻ തന്നിട്ടുള്ള വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് ഐ എന്ന് പറഞ്ഞിട്ട് ചേർക്കണം. അതാണ് ഡിഡ് നോട്ട് എന്ന് ചേർക്കാൻ. എന്ത് ചേർക്കണം? ഡിഡ് നോട്ട്. ഡിഡ് നോട്ട് അല്ലേ? ആ വെന്റ് എന്നുള്ളതിന്റെ മുന്നിൽ എന്ത് ചേർക്കണം? ഡിഡ് നോട്ട് ചേർക്കണം. അപ്പൊ പെട്ടെന്ന് ഒരു പക്ഷെ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കും, ഡിഡ് നോട്ട് വെന്റ് എഴുതി കൂടെ എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ കാര്യം ഇംഗ്ലീഷിൽ മനസ്സിലാക്കണം. ഡിഡ് കഴിഞ്ഞുള്ള വാചകത്തിൽ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ, പക്ഷേ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. യെസ്, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരികയാണ്, ഓപ്പോസിറ്റ് ഞാൻ വരികയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, എവിടെ പോയി? വെയർ ഡിഡ് യു ഗോ? അതാ ചോദിക്കുന്നത് അല്ലെ? ഡിഡ് കഴിഞ്ഞാൽ പിന്നെ ഗോ എന്ന് പറയാവൂ, പ്രസന്റ് ടെൻസേ പറയാവൂ, പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അപ്പൊ ഡിഡ് വരുമ്പോ അതിന്റെ പ്രസന്റ് ടെൻസ് മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അതുപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് നോട്ട് കഴിഞ്ഞാൽ വെന്റെന്ന് എഴുതാൻ പാടില്ല, മറിച്ച് എന്ത് ചെയ്യണം? പ്രസന്റ് ടെൻസ് ആണ്. ഡിഡ് നോട്ട്. അപ്പൊ ഈ വാചകത്തിന്റെ നെഗറ്റീവ് എങ്ങനെയാണ്? ഷീ ഡിഡ് നോട്ട് ഗോ ടു ഡൽഹി. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിക്കുകയാണ്. നെഗറ്റീവ് ആക്കാനായിട്ട് തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, നോട്ടാകടി യാത്ര കറക്റ്റായി. ഇല്ലെങ്കിൽ ടെൻസ് നോക്കുക, മെയിൻ വെർബിന്റെ ടെൻസ് നോക്കുക. മെയിൻ വെർബിന്റെ ടെൻസ് നോക്കിയിട്ട് അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, ഏത് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കണം. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് പറയാൻ പാടില്ല, പ്രസന്റ് ടെൻസേ പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? അക്സ ജോയ്. പറഞ്ഞു സാർ. യെസ്, ഐ ലവ്ഡ് മൈ ഫാമിലി. ഐ ലവ്ഡ്, LOVED, ഐ ലവ്ഡ് മൈ ഫാമിലി. ഇതാണ് വാചകം. ഇത് നെഗറ്റീവ് വാചകം എന്ന് പറഞ്ഞത്. I love. I did not love my friend. കറക്റ്റ്. ഞാൻ ഫാമിലി എന്നാ പറഞ്ഞത്, ഫ്രണ്ട് ഇതായിരുന്നു മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. യെസ്, ഐ ഡിഡ് നോട്ട് കറക്റ്റ് ആണ്. അപ്പൊ ലവ് ഡിഡ് നോട്ട് ഉപയോഗിച്ചു. ലവ് പ്രസന്റ് ടെൻസ്, എന്റെ പാസ്റ്റ് ടെൻസ് ആണ് ലൗഡ്. ലൗഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അക്സ് എന്ന് പറഞ്ഞപ്പോ പ്രസന്റ് ടെൻസ് ലവ് മതി, ഡിഡ് നോട്ട് ഉപയോഗിച്ചു. അപ്പൊ കറക്റ്റ് ആണ്. യെസ്, അടുത്തത് അപ്പൊ ആരോട് വേണം? സിയ. ഓക്കെ, അടുത്ത വാചകം ഞാൻ പറയുന്നു. ഐ taught, TAUGHT, taught കേട്ടോ. I taught English grammar. I taught English grammar. അതിന്റെ നെഗറ്റീവ് വാചകം എന്ന് പറഞ്ഞേ. I taught, TAUGHT, I taught English grammar. I did not teach English grammar. Very good. I did not teach English grammar. Correct. Very good. Okay. Thank you, sir. Teach എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് taught.
ടീച്ച് എന്നുള്ളതല്ലേ. അപ്പൊ എന്ത് ചെയ്തു? ഡിഡ് നോട്ട് ചേർത്തു. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ നോട്ട് എന്ന് പറയാൻ പാടില്ല, പ്രസന്റ് പറയണം, ടീച്ച് എന്നുള്ളത്. ഐ ഡിഡ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. യെസ്. ഇനി അടുത്തത് സിനു മുംതാസ്. Yes, sir. ഒരു വാചകം പറയുന്നു. She took an umbrella. She took an umbrella. She did not take an umbrella. Very good. She did not take an umbrella. Pretty good. Simple അല്ലേ? She did not take an umbrella. Took എന്ന് പറഞ്ഞ past tense ആണ്. അതിന്റെ present tense എന്താണ്? Take. തൊട്ട് മുന്നിൽ എന്ത് ചെയ്ത്? Did not ചേർത്ത്. യെസ്. റെഡി അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു വാചകം പറയുന്നത് ആസ്മി മോൾ ആന്റണി. Yes, sir. ഓക്കെ. വാചകം ഇതാണ്. ഐ ലവ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ. LOVE ലവ് കേട്ടോ. യെസ്. പറയൂ ആസ്മി. ഇതിന്റെ നെഗറ്റീവ് വാചകം എന്ത് വരും? I did not love India. ഞാൻ ലൗഡ് എന്നല്ല പറഞ്ഞത്, ലവ് എന്നാണ് പറഞ്ഞത്. സാറിനോട് ഇപ്പൊ ലവ് എന്ന് പറയേണ്ട ആരാ പറഞ്ഞത്? സാറിന് ലവ് എന്ന് പറഞ്ഞാൽ പറയാനില്ലേ എന്നല്ലേ അല്പ ആഷ്മി വിചാരിച്ചു. I don't, sir. I don't. ഐ Don't. I do not love Do India. not. Do not. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നിയമത്തിലോട്ട് വരാം. ഓക്കെ 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 ശരിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ക്രോഡീകരിക്കുന്നു. മനസ്സിലാക്കി. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലർ നെഗറ്റീവ് ആക്കാൻ തന്നിരിക്കുന്ന വാചകത്തിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണം. ഡിഡ് നോട്ട് ചേർത്തിട്ട് പ്രസന്റ് ടെൻസ് എഴുതണം നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കി, ഐ ലവ് ഇന്ത്യ. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഐ ലവ്ഡ് ഇന്ത്യ എന്നല്ല, ഐ ലവ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് പാസ്റ്റ് ടെൻസിൽ അവിടെ വന്നേക്കണേ. വന്നേക്കണേ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. അതിന് ഡിഡ് നോട്ട് ചേർത്താൽ തെറ്റാണ്. ഡിഡ് നോട്ട് ചേർത്താല് തെറ്റാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സഹായക്രിയകളില്ല എങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ ടെൻസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് നോട്ട് ചേർത്തേക്കാം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കരുത്. പകരം രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ എന്ത് ചേർക്കണം? ഡസ് നോട്ട് ചേർക്കണം. ഒന്നില്ലെങ്കിൽ ഡു നോട്ട് വരും, അല്ലെങ്കിൽ എന്ത് വരും? ഡസ് നോട്ട് വരും. യെസ്. ഡു നോട്ടും ഡസ് നോട്ടും എവിടേക്ക് വരും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. യെസ്. അപ്പൊ അവിടെ നോക്കാം. ഡു നോട്ട് ആണെങ്കിൽ സബ്ജക്ട് നോക്കണം. ഐ ആണെങ്കിൽ ഡു നോട്ട് വരും. അപ്പൊ ഡു നോട്ട് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഐ കോമ വി കോമ they, comma, you, comma, plural, ബഹുവചനം, PLURA. യെസ്. ഇനി അതിന്റെ താഴെ ഡസ് നോട്ട്. ഡസ് നോട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതുക. ഹി, കോമ, ഷീ, കോമ, ഇറ്റ്, IT, ഇറ്റ്, ഇത്, കോമ, ഒന്നുകൂടെ പറയാം സർ. ഈ കഴിഞ്ഞിട്ട് ഹി, ഷീ, ഇറ്റ്, ഹി, ഷീ, ഇറ്റ്, കോമ, സിംഗുലർ, സിംഗുലർ ഒരെണ്ണം. യെസ്, സിംഗുലർ. അപ്പൊ അത് ഇവിടെ കിട്ടിയല്ലേ? സർ ഒന്നും കൂടെ ഡു നോട്ടിനെ പറയാമോ സർ? ഡു നോട്ടിന്റെ ഐ, വി, they, you, plural.
നാളെ MT5 കോൺവെക്കേഷൻ സെറമണിയാണ്. ടീച്ചർമാരവിടെ ഡാൻസ് പഠിക്കുന്നതെന്ന് വെച്ചേട്ടാ കേട്ടില്ലേ? ലൈറ്റ് ആയിട്ട് സർ. കലാഭവന്റെ പാട്ടാന്ന് തോന്നുന്നു. അപ്പൊ സാറൊന്നും പ്രിപ്പയർ ആവുന്നില്ല സർ? യെസ്, അവര് തകർക്കട്ടെ. നിങ്ങളവിടെ വാ, നിങ്ങളും വരുമല്ലോ ഒരു ദിവസം. ആർ യു നോട്ട് ഇൻട്രസ്റ്റഡ് സർ? യെസ്, ഐ ആം ഇൻട്രസ്റ്റഡ്. പക്ഷെ ഡാൻസ് നമുക്ക് വഴങ്ങൂല. മമ്മൂട്ടിക്ക് ഡാൻസ് വഴങ്ങൂല എന്ന് പറഞ്ഞ പോലെയാണ്. യെസ്, കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ പിന്നെ അവരങ്ങനെ തകർക്കുന്ന സ്റ്റേജിൽ കയറി. ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിലിരിക്കുന്ന കുട്ടികളെ കാണാൻ അവരൊക്കെ സ്റ്റേജിലുണ്ട്. അങ്ങോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ടല്ലോ. ഇത് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളും ഒരു ദിവസം കൂടെ വരുമല്ലോ, അന്ന് കാണാം. അൻകിതയുടെയും കൃഷ്ണപ്രിയയുടെയും. കൃഷ്ണപ്രിയ പറഞ്ഞു ഷീസ് എ ഡാൻസ് എന്ന് പറഞ്ഞു. അജിയുടെയൊക്കെ പെർഫോമൻസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ആ കുട്ടികള് ഈ മറ്റേ ഇതൊക്കെ പല സ്ഥലത്തുള്ള കുട്ടികളാണ്. പക്ഷെ അവര് ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോ അവര് രാവിലെ അവിടെ വന്നിട്ട് റിഹേഴ്സൽ ഇട്ടൊക്കെയാണ്. അത്രയും ദിവസം അവര് യൂട്യൂബിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിഹേഴ്സലൊക്കെ ചെയ്തു. ഇപ്പൊ ലൈവ് പറഞ്ഞു കേരളക്കാൾ മുമ്പായിട്ട്. യെസ്, എന്നിട്ട് അവരുടെ ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് പറ്റണ പണി അതാണ് സുജിത. യെസ്, ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഡു നോട്ട് എവിടെ വരും, ഡസ് നോട്ട് എവിടെ വരും എന്ന് പറഞ്ഞു. അതായത് ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്ക്, അപ്പൊ ഇവിടെ നോക്കിയേ, ഐ ലവ് ഇന്ത്യ. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ത് വരും? ഐ അല്ലേ സബ്ജക്റ്റ്. ഐ ഡു നോട്ട് ലവ് ഇന്ത്യ. ഇതാണ് കറക്റ്റ്. ഐ ഡു നോട്ട് ടെൻസ് ഒന്നും മാറ്റേണ്ട, അതിന് എടുത്ത് കഴിഞ്ഞാൽ മതി. ഐ ഡു നോട്ട് ലവ് ഇന്ത്യ. ഓക്കെ, ഐ വരുമ്പോൾ ഡു നോട്ട്. ഓക്കെ, ആതിര AS. ആതിര ആതിര Yes, sir. ഓക്കെ, അടുത്ത ചോദ്യം ആതിരയുടെ ആൻസർ പറയാം. മൈ ചിൽഡ്രൻ. ചോദ്യം ഇതാണ്, മൈ ചിൽഡ്രൻ ഈറ്റ് ബിസ്ക്കറ്റ്. മൈ ചിൽഡ്രൻ eat biscuits. Negative. My children not eat children. Did not eat. കോൺസെൻട്രേറ്റ് ചെയ്യാതിര. കോൺസെൻട്രേറ്റ് ചെയ്യും. മനസ്സിലെങ്ങനെ ശാന്തമാക്കുക, ചിന്തിക്ക്. ഔട്ട്സിലറി വെർബില്ല, ടെൻസ് നോക്കണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് വരും. പ്രസന്റ് ആണെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. ഡു എന്നതിന്റെ കൂടെ വരും, ഡസ് എന്നതിന്റെ കൂടെ വരും. ഇങ്ങനെ ചിന്തിക്ക്. റിലാക്സ്, റിലാക്സ് ബേബി, റിലാക്സ്. Do not. അതിനോട് അതിന് ഉറപ്പിക്കുക. അത് ഞങ്ങൾ പറയാം. അതിന്റെ ഉറപ്പ് കിട്ടിയതോട് ഞങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ കൃഷ്ണപ്രിയ? ഇത് വേണം. My children do not eat ബിസ്ക്കറ്റ് അല്ലേ? അതിനെ യു ആർ റൈറ്റ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് പറഞ്ഞത്. മൈ ചിൽഡ്രൻ ഡു നോട്ട് ഈറ്റ് ബിസ്ക്കറ്റ്, കറക്റ്റ് ആണത്. പിന്നെ ഞങ്ങള് ഒന്ന് തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ മാറ്റി പറയും. നേരെ മറിച്ച് അവിടെ മൈ ചിൽഡ്രൻ എന്നുള്ളതിന് പകരം മൈ ചൈൽഡ് എന്നാണെങ്കിൽ തെറ്റിയത്. അപ്പൊ ഒരു കുട്ടിയുള്ളൂ. അപ്പൊ എവിടെ എന്ത് വരൂല? ഡു നോട്ട് വരൂല. അപ്പൊ ഇങ്ങനെ ഹി ഷീപ്പ് അല്ലാതെയുള്ള സബ്ജക്റ്റ് ആണ് വന്നിരിക്കണമെങ്കിൽ നിങ്ങൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്നും ശ്രദ്ധിച്ചോളണം. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്. ഇപ്പൊ പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഡു നോട്ട് വരുള്ളൂ. ചൈൽഡ് എന്നാണെങ്കിലോ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പൊ ഡു നോട്ട് വരൂല, ഡസ് നോട്ട് വരൂല. ഓക്കെ, യെസ്.
അടുത്തത് വളരെ ബുദ്ധിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എവിടെ സമീറ എം ടി? സമീറ Sir. ഓക്കെ, എഴുതിക്കോളൂ. She teaches. Teaches. പഠിപ്പിക്കുന്നു. TEACHES. Teaches. In a English medium school. English medium School. She teaches in a English medium school. Okay. Okay. ഇതിന്റെ നെഗറ്റീവ് വാചകം എന്ന് പറയാമോ? She does not teach in a English medium school. അപ്പൊ ടീച്ച് എന്നുള്ളതിന്റെ കൂടെ എസ് വേണ്ടേ? വേണ്ട, അതിനല്ലേ നമ്മൾ ടെസ്റ്റ് ചേർത്ത് കൊടുക്കണേ. വെരി ഗുഡ്. ഞാൻ സമീർ അവിടെ എസ് ചേർക്കുമെന്നും അതൊക്കെ പിടിച്ച് കയറാന്നുള്ള ധൈര്യത്തിലൂടെ നിൽക്കും. സമീർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിനി എങ്ങനെ പറയാനാണ്? എന്നിരുന്നാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. നോക്കി, ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ സംശയം തോന്നുക. ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഇൻ എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ നോക്കും, ടീച്ച് പ്രസന്റൻസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. പിന്നെ നിങ്ങൾ സബ്ജക്റ്റ് നോക്കും, അപ്പൊ ഷീ, അപ്പൊ ഡസ് നോട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഷീ ഡസ് നോട്ട് ടീച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് എഴുതാം. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിരുന്ന? ആരും ചിന്തിച്ചില്ല. ഓക്കെ. അപ്പൊ അരികിത് നമ്മുടെ ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. അവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡസ് എന്ന് പറയുന്നതിന് കൂടെ ഒരു എസ് ഉണ്ട്. അതുകൊണ്ട് വെർബിന്റെ കൂടെ വീണ്ടും ഒരു എസ് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഡസ് ഉള്ള വാചകത്തില് വെർബിന്റെ കൂടെ ഉള്ള എസ് ഒഴിവാക്കണം. എസ്ഒ ഇഎസ്ഒ ലാസ്റ്റ് ഏതാണ് നിൽക്കുന്നതാണ് ഒഴിവാക്കിയേക്കുക. അപ്പൊ എന്ത് വരും അവിടെ? ഷീ ഡസ് നോട്ട് ടീച്ച് ഇൻ ആൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതാണ് എന്റെ കറക്ഷൻ. അപ്പൊ ഇന്ന് പറഞ്ഞത് മുഴുവനും ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്റെ ന്യൂക്ലിയസ് സംഭവം ഇതാണ്. വെർബ് എന്നത് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് ഹെൽപ്പിംഗ് വെർബ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ സാമാറൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു. ആ ഹെൽപ്പിംഗ് വെർബ് ആദ്യം വരുമ്പോൾ അത് ചോദ്യമാക്കി മാറ്റാമെന്ന് പറഞ്ഞു. യെസ് ഓർ നോ എന്ന് പറയുന്ന ചോദ്യമായിട്ട് നമുക്ക് അതിനെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ എഴുതാൻ പറയുകയാണെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ എഴുതാൻ സുഖമാണ്. ഒരു നോട്ട് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായി. ആ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്ത നെഗറ്റീവ് വാചകമായി. ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് നോക്കണം? ടെൻസ്, മെയിൻ വെർബ് നോക്കണം. ആ മെയിൻ വെർബിന്റെ ടെൻസ് നോക്കണം. ആ ടെൻസ് നോക്കുമ്പോൾ ആ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർത്ത് എഴുതണം. ഡിഡ് നോട്ട് ചേർക്കുമ്പോൾ പ്രസന്റ് ടെൻസേ പറയാവൂ, പാസ്റ്റ് ടെൻസ് പറയരുത്. അങ്ങനെ. ഇനി മെയിൻ വെർബ് നോക്കി അത് പാസ്റ്റ് ടെൻസ് അല്ല പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കണം. ഏതിന്റെ കൂടെയൊക്കെയാണ് ഡു നോട്ട് വരുന്നത്, ഏതിന്റെ കൂടെയൊക്കെയാണ് ഡസ് നോട്ട് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഡസ് നോട്ട് ചേർക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മയുണ്ടാവണം. ആ വെർബിന്റെ കൂടെ ഒരു എസ് ഉണ്ടാവും. ആ എസ് ഒന്ന് കളഞ്ഞേക്കണം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ മനസ്സിലാവാൻ എന്തെങ്കിലും ഉണ്ടോ? അറിയോക്കെ സാർ അറിയോക്കെ മനസ്സിലായോ? സാർ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഷിനി ചോദിച്ചോളൂ. ഷിനി, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചേർക്കുക. പിന്നെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ അത് ഏത് ടെൻസ് ആ നോക്കിയിട്ട് പിന്നെ ടെൻസ് ഏതാന്ന് നോക്കിയിട്ട് അതിന്റെ സിനി ചോദിക്കുന്നത് പറയണം അല്ലേ?
അല്ലേ? അത് ഞാനേ കറക്റ്റ് ഞാനൊരു കാര്യം ചോദിക്കും. ഞാൻ സിനുവിന്റെ എഴുതില്ല, അഭിരാമിനോട് ഞാൻ ചോദിക്കാൻ പോയ ചോദ്യത്തിന്റെ ആൻസർ ആണ് സിനു പറഞ്ഞത്. ഞാൻ അഭിരാമി മനസ്സിലായി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിക്കും. എങ്കിൽ ശരി അഭിരാമി എന്നെ തിരിച്ചിങ്ങോട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നു പറയാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ അഭിരാമിയിൽ നിന്ന് ആ ചോദ്യം ഞാൻ സിനുവിലോട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഇനി സിനു ആണ് ടീച്ചർ, ഞാനും ഇവിടെയുള്ള ഞങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികളാണ്. ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങളെ പഠിപ്പിക്കും. ശരി പറഞ്ഞോ, കണ്ടിരിക്കും. നമുക്കൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാല് അതില് വെർബ് നോക്കുക. അത് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ എക്സാമ്പിൾ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആക്കാൻ അവിടെ നോട്ട് ചേർക്കാം. ഐ ആം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. ദെൻ പിന്നെ ഇപ്പൊ നമുക്കൊരു സെന്റൻസ് തന്നത് അതില് ഹെൽപ്പിംഗ് വെർബ് ഒന്നും ഇല്ലെങ്കിൽ അതിലുള്ളത് മെയിൻ വെർബ് നോക്കാം. മെയിൻ വെർബ് ഏത് ടെൻസ് ആ നോക്കാം, പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ അത് നോക്കാം. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ഡിഡ് നോട്ട് ചേർക്കാം. പ്രസന്റ് ടെൻസിലാണെങ്കിൽ കൺഫ്യൂഷൻ ചിന്തന അതിലുള്ള നൗണും നോക്കണം, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ചു സിനു, ഞാൻ വരാം. ഇവിടെ നമ്മുടെ സിനു പറഞ്ഞ് ഷെഫീന CS ഒരു പോയിന്റ് സിനോട് വിട്ടുപോയി. ഏതാണെന്ന് പറയാമോ? പാസ്റ്റ് ടെൻസ് പറഞ്ഞ സമയത്ത് ഒരു പോയിന്റ് വിട്ടുപോയി. ഏതാണ് പോയിന്റ് എന്ന് പറയാമോ? പാസ്റ്റ് ടെൻസ് വരുമ്പോ ഡിഡ് നോട്ട് ചേർക്കുക. അത് സിനു പറഞ്ഞു. ഒരു പോയിന്റ് വിട്ടു. അവൾ അത് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ് പറയാതെയാണ് മറ്റൊരു പോയിന്റ്. ആ വിട്ടുപോയ പോയിന്റ് ഡിഡ് ചേർത്തിട്ട് പിന്നെ ക്ലിയറായില്ല. വെർബിനെ പ്രസന്റ് ടെൻസിൽ പറയുക. ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു വാചകം സിനു വിട്ടുപോയി. പാസ്റ്റ് ടെൻസ് ആൻഡ് ഡിഡ് നോട്ട് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രസന്റിലോട്ട് പോയി. അപ്പൊ ആ ഒരു പോയിന്റ് വിട്ടുപോയി. ഓക്കെ സിനു, കണ്ടിന്യൂ. നിങ്ങൾ ഒബ്സർവ് ചെയ്യണോട്ടോ. സാർ ആ പോയിന്റ് ഒന്നുകൂടെ പറയോ? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയി. മെയിൻ വെർബ് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണം. ഡിഡ് നോട്ട് ഉള്ള വാക്ക് ചേർക്കുമ്പോൾ വെർബിന്റെ പ്രസന്റ് ടെൻസ് എഴുതാവൂ, പാസ്റ്റ് ടെൻസ് എഴുതരുത് എന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റാണ് സിനു പറഞ്ഞപ്പോൾ മിസ്സായി പോയത്. V1 ചേർക്കാം അല്ലെ? കണ്ടിന്യൂ. നിങ്ങൾ ഒബ്സർവ് ചെയ്യണോട്ടാ. ഒബ്സർവേഷൻ ഇല്ല, പോരാ, ഒബ്സർവ് ചെയ്യും. കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കിയിരുന്നു നോക്കണം. ഭയങ്കര കൺഫ്യൂഷൻ ആയത് ഡിറ്റും ഡൂവും ഡസ്സും ഒക്കെ വരുമ്പോ. അതൊക്കെ ശരിയാവും. അത് നമുക്ക് തോന്നണം. ഇത് നമ്മൾ പിള്ളേരെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ലേ. കുറച്ചു നാളെ കഴിഞ്ഞ് ഇത് സിനു വേറെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അത് ആ ടീച്ചറോട് ചോദിക്കില്ല. ആ ടീച്ചർ ക്ലീൻ ആയിട്ട് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്കത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരുടെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടീച്ചറില്ലേ, ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുള്ള നിങ്ങളെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച്, LP സ്കൂളിൽ പഠിപ്പിച്ച്, കോളേജിൽ പഠിപ്പിച്ച ടീച്ചറില്ലേ? അതുണ്ടാവൂലേ? അവരുടെ അവര് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നില്ലേ? അതുപോലെ നിങ്ങൾ വേറെ പല ആളുകളുടെയും മനസ്സിലെങ്ങനെ ജീവിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഇഫ് ഷീ ക്യാൻ, അവർക്ക് പറ്റുമെങ്കിൽ. ഇഫ് ഹീ ക്യാൻ, അവന് പറ്റുമെങ്കിൽ. വൈ ഡോണ്ട് ഐ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാ? പറ്റും. അങ്ങനെയാണ് ചിന്തിക്കും. എന്താ ശരി? ഓക്കെ, ഡോണ്ട് വറി. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. ഇനി അത് നമുക്ക് തന്ന സെന്റൻസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഡു നോട്ട് ആണ് ചേർക്കേണ്ടത്. ഡു നോട്ട് ആണെങ്കിൽ I, you, we, they പ്ലൂരൽ, അതിനാണ് ഡു നോട്ട് ചേർക്കുക. ഇനി അത്
ഹി ഷീ ഇറ്റ് ഫോർ സിംഗുലർ ആണെങ്കിൽ അവിടെ ഡസ് നോട്ടും ആണ്. യെസ്. ഓക്കെ, കഴിഞ്ഞോ സിനു? ആ യെസ് സർ. കഴിഞ്ഞു. വിസ്മയ, ഇവിടെയും ഒരു പോയിന്റ് വിസ്മയ സിനു വിട്ടുപോയി. ഏതാണത്? ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരു പോയിന്റ് വിട്ടുപോയി. ഏത് പോയിന്റ് ആണത്? എല്ലാ പോയിന്റും പറഞ്ഞില്ലേ? ലാസ്റ്റ് പറഞ്ഞതിൽ ഒരു പോയിന്റ് വിട്ടു. ആർക്കെങ്കിലും പറയാം എന്താണ്? ഡെത്ത് വരുമ്പോ വെർബിന്റെ കൂടെ Does not വരുമ്പോ വെർബിന്റെ കൂടെ അത് വിട്ടുപോയി. ഡെസ് വരുമ്പോ വെർബിന്റെ കൂടെയുള്ള എസ് ഒഴിവാക്കണം എന്നൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് വിട്ടുപോയി. ഓക്കെ, അജി വീഡിയോ വിട്ടു കേട്ടാ. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇവിടെ ഇന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സർ അതൊന്നും കൂടെ പറയാൻ പറ്റും. സർ അതും ഒന്നും കൂടെ പറയും. ഷീ ടീച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നുള്ളതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് വേറെ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, നമുക്ക് വേറെ പറയാം. വേറെ അതേപോലത്തെ ഒരു എക്സാമ്പിൾ. ഓക്കെ ഓക്കെ, പറയാം. യെസ്, മൈ ഹസ്ബൻഡ് മൈ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ബാങ്ക്. എന്റെ ഭർത്താവ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. മൈ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ബാങ്ക്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ സാമാറില്ല. നമ്മൾ മെയിൻ വെർബ് നോക്കി വർക്ക്സ്. ഇതിൻ്റെ അകത്ത് വേറൊരു ഗുഡ് ടെൻസ് കിടപ്പുണ്ട്. അത് ആൾക്ക് പിടികിട്ടിയത് എളുപ്പത്തിൽ ഡു ആണോ ടെസ്റ്റ് ആണോ വേണ്ടതെന്നുള്ള കണ്ടുപിടിക്കാൻ ടെക്നിക്ക് കിടപ്പുണ്ട്. ഞാൻ പറയാം. പറഞ്ഞോ. ഇതില് ഇഫ് യു ബി ദേ അതാണെങ്കിൽ അത് നമുക്ക് പ്ലൂറലാണ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒന്നി കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം. അതേപോലെ ഹീ ഷീ ഒക്കെ വരുമ്പോ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന്റെ അതൊരു സംഗതി കിടപ്പുണ്ട്. ഞാൻ മിണ്ടാതിരുന്നാണ് നിങ്ങൾ പറയട്ടെ. നോക്കി, അതായത് ഉണ്ടല്ല, ഡസ് വേണോ ഡു വേണോ എന്നുള്ളത് അറിയാൻ ടെക്നിക്ക് ഉണ്ട്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് വരുന്ന എല്ലാത്തിനും ഡസ് ആയിരിക്കും. ആലോചിച്ച് നോക്കിയാൽ മതി. കണ്ടോ, പ്രസന്റ് ഞാൻ ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന വാചകം ഓക്സിലറി വെർബില്ല, പാസ്റ്റ് ടെൻസും അല്ല, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആ പ്രസന്റ് ടെൻസിലെ വെർബിന്റെ അറ്റത്ത് എസ് ഉണ്ടെങ്കിൽ അത് ഡസ് നോട്ടിലേക്ക്. അത് അങ്ങനെ ഓർത്തിരിക്കാൻ നോക്കും. എസ് വരുന്നതൊക്കെ ഡസ് നോട്ടിലോട്ട് വരുള്ളൂ. യെസ്. എന്തുകൊണ്ട് എസ് അവിടെ വന്നു? കാരണം സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ്. ഹീ ഷീ ബിറ്റു ആകുമ്പോഴാണ് വെർബിന്റെ കൂടെ എസ് വരുന്നത്. അപ്പോ അങ്ങനെയും നമുക്ക് ഓർത്തിരിക്കാം. ഒരു കൂടായ്പ. യെസ്, വെരി ഗുഡ് വിസ്മയ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി സമര പറഞ്ഞ വാചകത്തിലേക്ക് വരാം. മൈ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ബാങ്ക്. എന്റെ ഭർത്താവ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഒരു ബാങ്കിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. വർക്ക്സ് അല്ല, ജോലി ചെയ്യുന്നു. മൈ ഹസ്ബൻഡ് ഒരാളെ ഉള്ളൂ, അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ മൈ ഹസ്ബൻഡ് ഡസ് നോട്ട്. പിന്നെ വർക്ക്സ് എന്ന് വേണ്ട. ആ വർക്ക്സിലെ എസ് ആണ് നമ്മളിവിടെ ഡൂവിന്റെ കൂടെ കൊടുത്ത് ഡസ് ആക്കിയേക്കുന്നത്. അപ്പൊ പിന്നെ ആ വർക്ക്സിലെ എസ് അങ്ങോട്ട് കളയാം. മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ബാങ്ക്. മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ബാങ്ക്. യെസ്. സബന തന്നെ പറഞ്ഞു. ഓക്കെ, ഷെഫീന കറക്റ്റ് ആണ്. യെസ്, ഞാൻ വേറെ പറയാം. ഷബനയുടെ കുട്ടികളെ എന്തെല്ലാം പഠിക്കുന്നത്? സബനയുടെ പിള്ളേരെ എന്തെല്ലാം പഠിക്കുന്നത്? എന്റെ മോള് ഡിഗ്രിക്ക്, ഒരാള് 10-ല്, ഒരാള് 8-ല്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുടെ. യെസ്, അത് പറയണം. എന്റെ മകൻ നന്നായി പഠിക്കുന്നു. മൈ സൺ സ്റ്റഡീസ് വെൽ. നെഗറ്റീവ് ആക്കി. മൈ സൺ സ്റ്റഡീസ്, STUDIES, സ്റ്റഡീസ് വെൽ. മൈ സൺ ഡസ് നോട്ട് സ്റ്റഡി വെൽ. ഡസ് നോട്ട് സ്റ്റഡി വെൽ. സ്റ്റഡീസ് എന്നുള്ളത് സ്റ്റഡി ആയി. വ്യത്യാസം. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഇംഗ്ലീഷിലെ വേറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണ് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് കൊടുക്കാം. അടുത്ത ക്ലാസ്സിന്റെ സാവകാശം മുന്നോട്ട് പോകുള്ളൂ.
ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കാനുണ്ട്. യെസ്, അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് വരികയാണ് അല്ലെ. ഏകദേശം ഒരു ഡിസംബർ വരെയൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടാവും അല്ലേ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ആ ഒരു സെന്റൻസിലെ ഐ ലവ് ഇന്ത്യ എന്ന് പറയുന്ന സെന്റൻസിലെ പ്രസന്റ് വരുന്നത്, അതിൽ നമ്മളിപ്പോ ഐ ഡു നോട്ട് ലവ് ഇന്ത്യ എന്ന് നമ്മൾ യൂസ് ചെയ്തില്ലേ, അതുപോലെ ഐ ഡു നോട്ടിന് പകരം നമുക്ക് ഐ ഡോണ്ട് എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോ ഒരു മിനിറ്റ്, ഒരു പനി വന്ന് മാറിയതിനു ശേഷം കുറച്ച് സമയം വർത്താനം പറയുമ്പോഴേക്കും ബുദ്ധിമുട്ട്. യെസ്, അപ്പൊ ഞാൻ പറയാം, അത് ശരിയാണ് പറഞ്ഞാട്ടോ. നോക്കി, നമ്മൾ ഡു പ്ലസ് നോട്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഡോണ്ട് എന്ന് എഴുതുന്നത് അതുപോലെ നമുക്ക് എഴുതും ഐ ഡോണ്ട്. അതുപോലെ തന്നെ ഡെസ് പ്ലസ് നോട്ട് ഡെസിന്റെ എഴുതാം. ഡെസ് പ്ലസ് നോട്ട് ഡെസിന്റെ രണ്ട് ചെയ്യാം. അപ്പൊ വേറെ പരിപാടികളൊന്നുമില്ല, ക്ലോസ് ചെയ്തോട്ടെ. So we will meet in the next class. Okay, bye. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.